ഈ ഒരു ഡ്രിങ്ക് ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ ശരീരം ഒന്ന് കൂളാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഈ ഒരു കൊടും ചൂടിന് നമുക്ക് വിശപ്പും ദാഹമൊക്കെ പമ്പ കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 വലിയ ഉറുമാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതായത് അനാറ്. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കളറുള്ള ഉറുമാമ്പഴമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്രിങ്കിന് അതിനനുസരിച്ച് കളർ ഉണ്ടാവും കേട്ടോ. ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നോളും. അതും കൂടി റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അനാറില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ മധുരത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചത്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ മൊത്തത്തിൽ ചേർക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ കൂടുതലായിട്ട്. അപ്പോൾ ഇതാ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള പശുവും പാലാണ് എടുത്തിട്ടുണ്ടായത്. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി ബൗളിലേക്ക് അരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല കളറില്ലേ, ഞാൻ എടുത്തിട്ടുള്ള ഓർമ്മ നല്ല കളർ ഉണ്ടായിരുന്നേ അതുകൊണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ജ്യൂസിലേക്ക് ഞാൻ 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഓവർ തിക്കായിട്ടല്ല കേട്ടോ ഈ ഒരു ജ്യൂസ് വേണ്ടത്. ഈ ഒരു ലൂസിലായിരിക്കണേ. കാരണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ കുടിക്കുമ്പോൾ നല്ല പാകത്തിന് ആ ഒരു തിക്നെസ്സൊക്കെ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസിൽ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് നുറുക്കിയിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ആപ്പിൾ തൊലിയോടുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഉറുമാമ്പഴം അനാറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുക കേട്ടോ. അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതാ നമ്മുടെ ഡ്രിങ്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ടാ. അതുപോലെ തന്നെ കുടിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നല്ല തണുപ്പോട് കൂടി കുടിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ചൂടിന് പറ്റിയ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്